2012 ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോഴും വി എസ് പിണറായി പോരിന് കേരളം സാക്ഷ്യം വഹിച്ചു. ടി പിയെ കുലംകുത്തി എന്ന് പിണറായി വിശേഷിപ്പിച്ചപ്പോൾ സഖാവെന്ന് വിശേഷിപ്പിച്ച് വി എസ് ടി പിയുടെ വിധവയെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. നിർണായകമായ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വി എസ് ആ സന്ദർശനത്തിന് തിരഞ്ഞെടുത്തു. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ വി എസിനെതിരായ പരാമർശങ്ങളുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടതോടെ അദ്ദേഹം സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നാലെ അതേ സമ്മേളനത്തിൽ വി എസിനെതിരെ പ്രമേയം പാസാക്കി. 2016 തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായി വി എസും പിണറായിയും ഒന്നിച്ചു മത്സരിച്ചു. രണ്ടുപേരും വിജയിക്കുകയും ചെയ്തു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു വർഷത്തിന് ശേഷം വി എസിന് ഭരണപരിഷ്കാര കമ്മീഷൻ മേധാവി സ്ഥാനം നൽകി പാർട്ടി ആദരിച്ചു. എന്നാൽ അപ്പോഴേക്കും പ്രായം വി എസിലെ പോരാളിയെ തളർത്തിയിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട പോരിന് അയവ് വരികയും ചെയ്തു. വിഭാഗീയത സംബന്ധിച്ച വാർത്തകളും റിപ്പോർട്ടുകളും നിലക്കുകയും ചെയ്തു.